ശ്യാം ദേവരാജ്, സിദ്ദിഖിനെതിരെ രൂക്ഷ വിമർശനമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നത്. പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട്. പരാതിക്കാരിയുടെ സ്വഭാവത്തെ സംശയിക്കാനാവില്ല. പരാതിക്കാരിയെ ആക്രമിക്കുന്നത്, അതായത് അവർ ഔട്ട്സ്പോക്കൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ഉന്നയിച്ച വാദങ്ങൾ, അത് സിദ്ദിഖിന് തന്നെ തിരിച്ചടിയായി മാറുന്നതല്ലേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്യാം. സുജയ പാർവതി, അങ്ങനെ തന്നെയാണ്. സിദ്ദീഖിനെതിരെ, അതായത് ഈ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ പ്രതിയാണ് നടൻ സിദ്ദീഖ്. സിദ്ദീഖിനെതിരെ അതിരൂക്ഷമായ വിമർശനം കടുത്ത ഭാഷയിൽ ഹൈക്കോടതി ആ വിധിന്യായത്തിൽ ഉയർത്തുന്നുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, സുജയ സൂചിപ്പിച്ചത് തന്നെയാണ്, ഇതിൽ ഈ സിദ്ദീഖിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഉയർത്താൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ചത്, ഹൈക്കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യം ഈ അതിജീവിതയുടെ, പരാതിക്കാരിയുടെ വിശ്വാസ്യതയാണ്. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല, അല്ലെങ്കിൽ പരാതിക്ക് വിശ്വാസ്യതയില്ല എന്ന വാദമാണ് നേരത്തെ തന്നെ ഉയർത്തിയത്. പക്ഷേ പരാതിക്കാരിയെ അങ്ങനെ താഴ്ത്തിക്കെട്ടാനുള്ള എല്ലാ വാദങ്ങളെയും, അല്ലെങ്കിൽ എല്ലാ ശ്രമങ്ങളെയും സമ്പൂർണ്ണമായും ഹൈക്കോടതി നിരാകരിക്കുന്നു. സമ്പൂർണ്ണമായും നിശേഷം തള്ളിക്കളയാണ് ഹൈക്കോടതി ചെയ്യുന്നത്. മാത്രമല്ല, പരാതിക്കാരിയെ അങ്ങനെ മോശക്കാരിയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വിശ്വാസ്യതയില്ലാത്ത ആളാണ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്ന കർശനമായ നിലപാട് ഹൈക്കോടതി എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം അനാവശ്യമാണ് എന്നാണ് ഹൈക്കോടതി ഈ വിധിന്യായത്തിൽ നിരീക്ഷിക്കുന്നത്. ലൈംഗിക അതിക്രമത്തിനിരയായി എന്ന് വെച്ച് പരാതിക്കാരിയുടെ സ്വഭാവത്തെ വിലയിരുത്തരുത് എന്ന ഒരു താക്കീത് ഈ വിധിന്യായത്തിലൂടെ ഹൈക്കോടതി നൽകുന്നത്. പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത്, അല്ലാതെ പരാതിക്കാരി ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നു എന്നതല്ല എന്ന കാര്യമാണ്. മാത്രമല്ല, ഇങ്ങനെ പരാതിക്കാരിയെ ആക്രമിക്കുന്നത് അവരെ നിശബ്ദയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെയും, പരാതിക്കാരിയെയും അല്ലെങ്കിൽ ഒരു സ്ത്രീയെയും ആ രീതിയിൽ അങ്ങനെ ആക്രമിക്കാനാവില്ല. അങ്ങനെ നിശബ്ദയാക്കാൻ വേണ്ടി അവരെ കുറ്റക്കാരിയാണ്, അങ്ങനെ ആക്രമിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി വളരെ കൃത്യമായി വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, സിദ്ദീഖിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഇത് സിദ്ദീഖിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതാണ് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. സിദ്ദീഖിനെതിരായ പരാതി ഗൗരവതരമാണ് എന്ന് കൂടിയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് CS ഡയസ് നിരീക്ഷിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, ഇതിൽ സ്ത്രീത്വത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിന്യായം കൂടിയാണിത് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. ബിൽക്കിസ് ബാനു കേസടക്കം പരാമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതി, അത് സുപ്രീം കോടതിയുടെ നിലപാടടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയും അത് ആവർത്തിക്കുന്നത്. സമൂഹത്തിൽ സ്ത്രീ ബഹുമാനം അർഹിക്കുന്നു എന്നതാണ് ഹൈക്കോടതിയും വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് സ്ത്രീകളെ പരിഗണിക്കേണ്ടത്, സ്ത്രീ സമൂഹത്തെ പരിഗണിക്കേണ്ടത് എന്ന് പറയുന്നു. പരാതി നൽകാൻ ഇത്ര വർഷം കാലതാമസമെടുത്തു എന്നത് ഒരു കുറവായി ഹൈക്കോടതി പരിഗണിക്കുന്നതേയില്ല. അതായത് കാലതാമസമുണ്ടായി എന്ന വാദത്തെ സമ്പൂർണ്ണമായും ഹൈക്കോടതി തള്ളുകയാണ്. മാത്രമല്ല, സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളടക്കം ഉദ്ധരിച്ചാണ് ഹൈക്കോടതി ആ വാദത്തെ മറികടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഈ സിദ്ദീഖ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടണം, സിദ്ദീഖ് എന്തുകൊണ്ട് കസ്റ്റഡിയിലെടുക്കപ്പെടണം എന്ന ചോദ്യത്തിന് ഹൈക്കോടതി, അങ്ങനെ ഒരു നിയമപരമായ ചോദ്യമുണ്ടെങ്കിൽ അതിന് ഹൈക്കോടതി നൽകുന്ന ഉത്തരം സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നാണ്. മാത്രമല്ല, സിദ്ദീഖിൻ്റെ വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. ലൈംഗിക അതിക്രമ കേസുകളിൽ, ബലാത്സംഗ കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈംഗിക ക്ഷമതാ പരിശോധനയാണ്. അങ്ങനെ ഒരു ലൈംഗിക ക്ഷമതാ പരിശോധന എന്നത് മെഡിക്കൽ എക്സാമിനേഷൻ്റെ ഭാഗമായി പ്രതികൾ അതിന് വിധേയരാകേണ്ടതാണ്. അത്തരമൊരു പരിശോധനയിലൂടെ കടന്നു പോകേണ്ട ആളാണ് ഈ കേസിൽ പ്രതിയായ നടൻ സിദ്ദീഖും എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ സാക്ഷിയെ സ്വാധീനിക്കാൻ, സാക്ഷിയെ ഭീഷണിപ്പെടുത്താൻ പ്രതിയായ സിദ്ദീഖ് സാധ്യതയുണ്ട് എന്ന നിരീക്ഷണം നടത്തുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി ഇതിൽ പറയുന്നത് കൂടുതൽ വലിയ പരാമർശങ്ങളിലേക്കോ അതിൻ്റെ ഉള്ളറകളിലേക്കോ പോകുന്നില്ല. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് ചുരുക്കത്തിൽ പറയേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോഴാണ് സർക്കാരിന് ഒറ്റ വരിയിൽ ഒരു കടുത്ത വിമർശനം വരുന്നത്. 5 വർഷത്തോളം സർക്കാർ ഇതിൽ കടുത്ത നിഗൂഢമായ മൗനം പുലർത്തി
എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത് അങ്ങനെ ഇതിന്മേൽ നടപടി എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നതിൻ്റെ നിയമപരമായ സാധ്യതയോ നിയമപരമായ നിയമവിരുദ്ധതയോ ഒക്കെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലാണ്. അത് ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് അക്കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ സർക്കാർ ഒരു നിഗൂഢമായ കടുത്ത മൗനം ഇതിൽ പുലർത്തിയെന്ന് സർക്കാരിനെ ഒറ്റ വരിയിൽ വിമർശിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു ഹൈക്കോടതി. അതിനപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിജീവിതമാർക്ക് കരുത്താകും എന്നാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ട് കരുത്താകും എന്ന് പറഞ്ഞാൽ അതിജീവിതമാർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അല്ലെങ്കിൽ അതിന് പിന്നാലെയുള്ള അവർ സംഭരിച്ച ധൈര്യമെന്നാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ശ്യാം ദേവരാജാണ് അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേർന്നത്. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ ഗുരുതരമായ പരാമർശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അറസ്റ്റ് തടയാൻ സിദ്ദിഖ് നീക്കം നടത്തുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം.